കൊല്ലം കുന്നിക്കോട് യുവാവിനെ തലക്കടിച്ച് കൊലപ്പെടുത്തിയ കേസിൽ അച്ഛനും മകനും ജീവപര്യന്തം തടവും പിഴയും. കൊട്ടാരക്കര SC/ST കോടതിയാണ് ശിക്ഷ വിധിച്ചത്. 2022-ലാണ് അനിൽകുമാറിനെ പ്രതികൾ കൊലപ്പെടുത്തിയത്. കൂടുതൽ വിവരങ്ങളുമായി മനോജ് ചേർന്നുണ്ട്. മനോജ്, ഒരു കോടതിയുടെ കൃത്യമായ ശിക്ഷാ നടപടിയാണ് ഉണ്ടായിട്ടുള്ളത്. എന്താണ് മറ്റു വിവരങ്ങൾ? വിഷ്ണു, കുന്നിക്കോട് സ്വദേശിയായിട്ടുള്ള സലാഹുദ്ദീൻ, മകൻ ദമീജ് അഹമ്മദ് എന്നിവരെയാണ് കൊട്ടാരക്കര SC/ST കോടതി ശിക്ഷിച്ചത്. ഇതിൽ തന്നെ 2022 സെപ്റ്റംബർ 17-നായിരുന്നു കുന്നിക്കോട് സ്വദേശിയായിട്ടുള്ള അനിൽകുമാർ കൊല്ലപ്പെടുന്നത്. അനിൽകുമാറിന്റെ വസ്തുവിലെ മരം വെട്ടിയപ്പോൾ ഈ ശിഖരം സമീപവാസിയായിട്ടുള്ള സലാഹുദ്ദീന്റെ പറമ്പിൽ വീണതിനെ തുടർന്ന് തർക്കമുണ്ടായി. ഈ തർക്കമാണ് പിന്നീട് കൊലപാതകത്തിൽ കലാശിച്ചത്. അർദ്ധരാത്രിയോടെ ഈ സലാഹുദ്ദീനും മകൻ ദമീജും കൂടെ ആയുധങ്ങളുമായി ഈ അനിൽകുമാറിന്റെ വീട്ടിലേക്ക് കടന്നു കയറുകയായിരുന്നു. തുടർന്ന് അനിൽകുമാറിനെ മർദ്ദിച്ചു, കൊലപ്പെടുത്തുകയായിരുന്നു. ഇതിൽ തന്നെ ശരീരത്തിൽ 20ഓളം മുറിവുകളാണ് ഈ കൊല്ലപ്പെട്ട അനിൽകുമാറിന്റെ ഉണ്ടായിരുന്നത്. ഇതിൽ തന്നെ കേസിൽ ഈ തമിഴ്നാട്ടിൽ ഒളിവിലായിരുന്നു ഈ ഒരു പ്രതിയെ പിന്നീട് അറസ്റ്റ് രേഖപ്പെടുത്തി. ഇവരെ തന്നെ ഈ കോടതി നടപടികളുമായി മുന്നോട്ട് പോവുകയായിരുന്നു. പിന്നീടാണ് ഇപ്പോൾ ഈ SC/ST കോടതി ഈ ഒരു ശിക്ഷ വിധിച്ചിട്ടുള്ളത്. ഇതിൽ 2 പ്രതികൾക്കും ജീവപര്യന്തവും അതോടൊപ്പം തന്നെ 50,000 രൂപ വീതം പിഴയുമാണ് കോടതി ചുമത്തിയിട്ടുള്ളത്. മനോജാണ് വിവരങ്ങൾ നൽകിയത്.